ഒറ്റക്കൊമ്പൻ തിരിച്ച് കാട് കയറിയപ്പോഴത്തേക്കും കാടിലുള്ള മറ്റ് മൃഗങ്ങളെല്ലാം വെളിയിറങ്ങി, സിംഹമടക്കം. അതായത് കളങ്കാവൽ എന്ന് പറഞ്ഞ മമ്മൂട്ടി ചിത്രം, ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രം അൺഒഫീഷ്യലായിട്ടുള്ള റിലീസ് ഡേറ്റ് ആയിരുന്നു മെയ് മാസം 16 റിലീസാവുന്നത്. എന്നാൽ അത് മാറ്റി അനിശ്ചിതകാലത്തേക്ക്. അത് മാത്രവുമല്ല, 16 റിലീസാവാനിരുന്ന നമ്മുടെ ടോവിനോ ചിത്രമായ നരിവേട്ട, പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, സോഫിയ പോൾ കൂട്ടുകെട്ടിൽ വരുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഈ ചിത്രങ്ങളെല്ലാം റിലീസ് ഡേറ്റ് 16 നിന്ന് മാറ്റി അടുത്ത ആഴ്ചത്തേക്ക്, അതായത് 23 റിലീസ് മാറ്റി വെച്ചിരിക്കുകയാണ്. 23, 24 തീയതികൾ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയിലുള്ള എല്ലാ സിനിമകളും ഒറ്റക്കൊമ്പനെ പേടിച്ച് റിലീസ് മാറ്റിയിരിക്കുന്നത് മമ്മൂട്ടി ചിത്രമടക്കം. അപ്പം ഒരു സിനിമ ഇറങ്ങി, അതായത് ഒരു സിനിമ ഇറങ്ങി 21 ദിവസം കഴിഞ്ഞിട്ട് പോലും, 21 ദിവസം ആവും, കാരണം വ്യാഴാഴ്ച ആകുമ്പോൾ 21 ദിവസം കഴിയും. അങ്ങനെ ആയിട്ട് പോലും ഒരു മറ്റ് സിനിമകൾക്ക് ഇറങ്ങാൻ പേടി. കാരണം ഈ സിനിമയ്ക്ക് ഇപ്പോഴും ഈ പറഞ്ഞ 3 സിനിമകൾ ഇറങ്ങിയ ഓപ്പണിംഗ് ഡേയിൽ എത്ര നേടുവോ അത് ഇപ്പോഴും തുടരും എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പേടി. കാരണം തുടരും കണ്ടവരും വീണ്ടും കാണുകയാണ്. അതിന് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ് ആ സിനിമ. തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. OTT ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആകാൻ പോകുന്ന മലയാള സിനിമ തുടരുമായിരിക്കും. കാരണം ആ സിനിമ വീണ്ടും കാണാൻ വേണ്ടിയുള്ളൊരു പ്രേരണ എല്ലാവരുടെ മനസ്സിലുണ്ട്. എനിക്കും ഉണ്ട് ആ സിനിമ വീണ്ടും കാണണമെന്ന്. പക്ഷെ നമുക്ക് ഒരു സിനിമ തന്നെ എപ്പോഴും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കാണുന്നവരുണ്ട്. ഈ തുടരും സിനിമ 3-4 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടവരുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആൾക്കാർ കാണും 4-5 തവണ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കണ്ടവർ. അങ്ങനെ കാണാൻ തോന്നുന്ന സിനിമ തന്നെയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. അത് മാത്രമല്ല, ആ സിനിമയ്ക്ക് ഇപ്പോഴും വയസ്സായവർ പോലും തിയേറ്ററിൽ പോകാൻ മടിച്ച് കുറേ കാലമായി മാറി നിന്ന ആൾക്കാർ പോലും ആ സിനിമയ്ക്ക് വേണ്ടി പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മറ്റ് സിനിമകൾക്കൊക്കെ ഒരു ഉൾപ്പേടി തോന്നും. അപ്പോൾ നമ്മൾ ഉൾപ്പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ കളിയാക്കുന്നതല്ല, എല്ലാ സിനിമയും വിജയിക്കണം, എല്ലാവരും വിജയിക്കാൻ വേണ്ടിയാണ് സിനിമ ഇറക്കുന്നത്. അപ്പം ഇങ്ങനൊരു സംഭവം ഓപ്പോസിറ്റ് നിൽക്കുമ്പം സിനിമ ഇറക്കുന്നത് സേഫ് അല്ല എന്ന് അവർക്ക് തോന്നിക്കാണും. കാരണം എത്ര റിസ്ക് എടുത്ത് ഇറക്കിയിട്ട് സിനിമ ഇത്രയും പ്രതീക്ഷയോട് വരുന്ന സിനിമകളൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വലിയൊരു നഷ്ടക്കണക്ക് തന്നെയായിരിക്കും മലയാള സിനിമയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ റിലീസ് ഡേറ്റ് മാറ്റിയത്. നമ്മളവരെ കളിയാക്കിയതല്ല. പിന്നെ ലാലേട്ടൻ്റെ പവർ കാണിച്ചത്. കാരണം ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുകയാണ് 3 ആഴ്ചയായിട്ട്. അതിന് 4 ആഴ്ചയായാലും 5 ആഴ്ചയായാലും അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇപ്പോൾ 100 കോടി രൂപ ബോക്സ് ഓഫീസിൽ നേട്ടം, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേട്ടം നേടിയ ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് കൂടി തുടരുമെന്ന് പറഞ്ഞ സിനിമ നേടിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റാവും എന്ന് ആദ്യമായി പറഞ്ഞത് ആരാണ്? നിങ്ങൾ പറയണം ഞാൻ മറ്റേ മോഹൻലാലിനെ എതിർത്ത് പറയാണ്, മറ്റേതാണ് മറിച്ചാണ്. ഇൻഡസ്ട്രിയൽ ഹിറ്റ് തുടരുമെന്ന് പറഞ്ഞ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കുമെന്ന് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് തിയേറ്റർ റെസ്പോൺസ്, ആദ്യത്തെ തിയേറ്റർ റെസ്പോൺസിൽ ഞാനാണ് പറഞ്ഞത് ഈ സിനിമയായിരിക്കും യഥാർത്ഥ ഇൻഡസ്ട്രിയൽ ഹിറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കുമെന്ന് പറഞ്ഞത് ഞാനാണ്. ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, അതായത് കേരളത്തിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കുമെന്ന് ഞാൻ അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നടന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഒരു കള്ളം പറയൂല. നമുക്ക് തോന്നുന്ന കാര്യം സത്യമായി വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്നതാണ് ഇതിലൂടെ കൂടെ തെളിയിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും ഈ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിക്കുമെന്ന് ആ സിനിമയിൽ അണിയർ പ്രവർത്തകർ പോലും പറഞ്ഞിട്ടില്ല. അവർക്ക് ഒരാളും പറഞ്ഞിട്ടില്ല ആ സിനിമ ഇത്രയും വലിയ വിജയമാകുന്ന അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പോലും തരുമൂർത്തി പറഞ്ഞു. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത്ര ആ ലെവലിലുള്ള സിനിമയായിരുന്നു. സിനിമയുടെ തിരക്കഥയാണെങ്കിലും സിനിമയുടെ സംവിധാനമാണെങ്കിലും അവതരണമാണെങ്കിലും പെർഫോമൻസുകളാണെങ്കിലും എല്ലാം കൊണ്ടും ഇതുവരെ ഒരു 10 വർഷത്തിന് മുകളിൽ ഇത് ഇങ്ങനൊരു ഈ ഒരു ലെവലിൽ വന്നൊരു സിനിമ മലയാള സിനിമയിലില്ല. ഇതിന് മുകളിലുള്ളൊരു സിനിമ മലയാള സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ ഇതേ ലെവലിൽ വരുന്ന സിനിമയാണ്. പക്ഷേ ദൃശ്യം 2 എന്ന് പറഞ്ഞ സിനിമ ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണെന്ന് ഞാൻ പറയും. കാരണം അതിൻ്റെ തിരക്കഥ അത്രയ്ക്കും നമ്മൾ ത്രില്ലിംഗ് ആക്കി. തിയേറ്ററിലായിരുന്നെങ്കിൽ ആ സിനിമ അന്ന് തന്നെ ചിലപ്പോൾ 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നേടേണ്ട സിനിമയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് OTT പോയി. അപ്പം ഒറ്റക്കൊമ്പൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ല തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിനിമയെ പേടിച്ച് തന്നെയാണ് ഇത്രയും സിനിമകൾ റിലീസ് ഡേറ്റ് മാറ്റിയത്. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എടുക്കുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് വലിയ ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റുള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മമ്മൂട്ടി വില്ലനായിട്ട് വരുന്നില്ല, ഓക്കെയാണ്, ശരിയാണ്. പക്ഷേ ഒരു സിനിമയുടെ നിങ്ങൾക്ക് ഒരു സിനിമ ഈ മമ്മൂട്ടി ഫാൻസുകാർ ഈ തുടരുന്ന സിനിമയുടെ പ്രൊമോഷൻ വീഡിയോസിലില്ല താഴെ എല്ലാം വന്നിട്ട് ഒരു തള്ളാണ് മറ്റേയാണ് മറിച്ച് ഏതെങ്കിലും ഒരു സിനിമ 200 കോടി ക്ലബ്ബിൽ നേടും 100 കോടി ക്ലബ്ബിൽ നേടുമെന്ന് ഉറപ്പുള്ള ഏത് മമ്മൂട്ടി ചിത്രമാണ് ഇപ്പോൾ ഉള്ള മമ്മൂട്ടിയുടെ ലൈനപ്പിലുള്ളത്? ഒരു സിനിമയില്ല.
അതങ്ങ് സമ്മതിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ മമ്മൂട്ടി ഫാൻസാണെന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നമ്മളെല്ലാം കണ്ണടച്ചാലും നമ്മൾ വെളിയിലെല്ലാം കാണാൻ പറ്റുന്നു എന്ന് നമ്മൾ നടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു സിനിമയിൽ പ്രതീക്ഷയില്ലെങ്കിൽ പ്രതീക്ഷയില്ലെന്ന് തന്നെ പറയണം. അത് മമ്മൂട്ടി സിനിമയാണെങ്കിൽ മോഹൻലാൽ സിനിമയാണെങ്കിലും അങ്ങനെയാണ്. ഞാൻ ഈ പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഞാൻ മമ്മൂട്ടി സിനിമകളെ മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ച് പോകുന്ന നടന്നവനായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫാനിസം ഒക്കെ മാറ്റി വയ്ക്കണം. നമ്മൾ എല്ലാവരെയും പോസിറ്റീവും കൊടുക്കണം, നെഗറ്റീവും കൊടുക്കണം. യഥാർത്ഥ കാര്യങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കണം. നമുക്ക് തോന്നുന്നത് എന്താണോ നമ്മളത് ആൾക്കാരിലോട്ട് എത്തിക്കണം. അവരത് കമന്റ് ബോക്സിൽ ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ചോളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.